നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ മിഥുന്റെ ട്രാക്ക് ഏതാണ്ട് ചീറ്റി ലക്ഷണമുണ്ട്. നമുക്ക് അത് വിട്ടിട്ട് വേറൊരു ട്രാക്ക് പിടിച്ചാലോ? ഏത് ട്രാക്ക് പിടിക്കും? നമുക്ക് വേറൊരു വില്ലനെ കൊണ്ടുവരാം. അയാളും നിധിയും തമ്മിലാണ് യഥാർത്ഥ അവിഹിതം നമുക്ക് വരുത്തി തീർത്താലോ? നിനക്ക് നിന്റെ അമ്മയ്ക്കും ഈ അവിഹിതം വിട്ടിട്ട് വേറെ ഒരു ഐഡിയ ഇല്ലേ? നിന്റെ അമ്മയാ മിഥുനെ കൊണ്ടുവന്നത്. അതോടെ ഗൗതമും നിധിയും തമ്മിൽ കൂടുതൽ അടുത്തു. ഇനി നീയും കൂടി ഒരാളെ കൊണ്ടുവന്നാ അതോടെ എന്റെ പുക കാണേണ്ടി വരും. നമുക്കേ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി നിധി അങ്ങോട്ട് ജയിലിലാക്കിയാലോ? ഒരു 10 വർഷം അല്ലെങ്കിൽ പോട്ടെ ഒരു 20 വർഷം നിധി അങ്ങ് അകത്ത് കിടക്കട്ടെ. അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ? ഒരു വഴിയുണ്ട്. എന്താ ആന്റി? ആരെങ്കിലും ഇറക്കി നിന്നെ അങ്ങ് തട്ടാം. എന്നിട്ടത് നിധിയാ ചെയ്തതെന്ന് വരുത്തി തീർക്കാം. എന്താ, അങ്ങനെ ചെയ്യട്ടെ ഞാൻ? പോരട്ടെ തള്ളേ, നിങ്ങൾക്ക് എന്നെ തട്ടണല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിധി അകത്താവുമെങ്കിൽ ആന്റിക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. പക്ഷേ ആന്റിയുടെ ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് നോക്കിയാ ആന്റി തന്നെ അകത്താവാനാ സാധ്യത. ആന്റി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഗൗതമിന്റെ നിധിയുടെ മക്കള് വലിയ കുട്ടികളായിട്ടുണ്ടാവും. ആന്റി ഇതെങ്ങനെ സഹിക്കും? നിർത്തടി, കേട്ടിട്ട് തന്നെ പോയാ അവിടുന്ന്. എങ്കിലേ ഞാൻ പോയി വേറൊരു ഐഡിയ ആലോചിച്ചിട്ട് വരാം. ഐഡിയ ആലോചിച്ചാ മതി, ഇവിടെ വന്ന് വിളമ്പാൻ നിക്കണ്ട. പോ. അത് നന്നായി. നിങ്ങൾ എത്തിയോ? പാറിയിരിക്കുന്നു. പിന്നെ സ്കൂളിലെ ചടങ്ങ് എങ്ങനെയുണ്ടായിരുന്നു? ചടങ്ങൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും ഫുൾ ഹാപ്പി. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുറെ കുട്ടികളെ സഹായിക്കാന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. പ്രണോ, നീ ആ CSR ഫണ്ടിന്റെ കാര്യം ഒന്ന് നോക്കണം. ഏട്ടനതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. എടാ മക്കളെ, എനിക്കറിയേണ്ടത് നിധിയെ കുറിച്ചാ. അവള് സ്കൂളിൽ വന്നിരുന്നോ? ചേച്ചി വന്നമ്മേ, ഏട്ടനും ചേച്ചിയും കൂടി. നിധി സ്കൂളിൽ വന്നിരുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ലേ. രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ ചടങ്ങ് നടത്തിയത്? അങ്ങനെ വേണമെന്ന് അച്ഛൻ നിർബന്ധിച്ചു. അവർക്ക് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ അറിയില്ലല്ലോ. അവര് നോക്കുമ്പോ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അതെ, ഏട്ടന് ഒരു താല്പര്യമില്ലാതെ ആ ചേച്ചിയുടെ കൂടെ നിന്നത്. ചേച്ചിയോട് ഇത്തിരിയെങ്കിലും സംസാരിച്ചത് ഞാനാ. പ്രണവെങ്കിലും നിധിയോട് സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ മഹാമോശായി പോയനെ. പക്ഷേ ചേച്ചിയോട് സംസാരിച്ചതിന് ഏട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു അല്ലേ ഏട്ടാ? അയ്യോ, ബിൽഡപ്പ് ഇട്ട് അങ്ങ് ആകാശം വരെ കേറാതെ ഭൂമിയിൽ നിൽക്ക്. നിങ്ങളെക്കാളും കുറെ ഓണം കൂടുതലുണ്ടതല്ലേ ഞാൻ. വസുവിന്റെ അങ്ങനെ പറഞ്ഞത്? ഏട്ടത്തി കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട. ഞാൻ ഇവിടെ ഇരുന്നാ മതി. പുറത്ത് നടക്കുന്നതൊക്കെ സാറ്റലൈറ്റ് വഴി ഞാൻ അറിയും. സ്കൂളിൽ വെച്ച് നിധി ഇവനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അടുത്തിടപഴകി. അത് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മുമ്പിൽ അങ്ങനെ അഭിനയിക്കേണ്ടി വന്നമ്മേ. സ്കൂളിലുള്ളവർക്ക് കാണാൻ വേണ്ടി നീ അവളുടെ കഴുത്തില് വീണ്ടും താലി കെട്ടിയല്ലേ? ശിവ ശിവ, എന്തേ കേക്കണേ? പറയടാ, നീ അങ്ങനെ ചെയ്തില്ലേ? അമ്മയോട് ഇതാരാ പറഞ്ഞത്? പറയാമ്മേ, ഈ വിവരം പറഞ്ഞത് ആരാ? അത് പിന്നെ സ്കൂൾ മാനേജർ എന്റെ ഫ്രണ്ടാണ്. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു. എന്താ മാനേജറുടെ പേര്? പേര് ഫ്രണ്ടിന്റെ പേര് ഓർമ്മയില്ലെങ്കിൽ മൊബൈലിൽ നോക്ക്. കുറച്ചു മുമ്പ് വിളിച്ചല്ലേ, കോൾ ലിസ്റ്റിലുണ്ടാവും. ഒരു പേരിലൊക്കെ എന്ത് കാര്യമിരിക്കുന്നു? പണ്ട് വസന്തരാണി നിധിയുടെ ജോലി തെറിപ്പിച്ചത് ഇതേ മാനേജർ ഉപയോഗിച്ചല്ലേ? ആന്റി മാനേജറും തമ്മില് അത്ര ക്ലോസ് ആയ ബന്ധമാണ്. ഔട്ട്. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. നീ അകത്ത് പോ ശിവാനി. പുറത്തേക്കാവുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അല്ല, അമ്മ ഇതുവരെ മറുപടി പറഞ്ഞില്ല. കോൾ ലിസ്റ്റ് നോക്കാൻ എന്താ ഇത്ര താമസം?
നീ എന്നെ ചോദ്യം ചെയ്യണോ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞത് അമ്മയും വിശ്വസിച്ചില്ലല്ലോ. ആന്റി പേടിക്കുന്ന പോലെ അവിടെ ഒന്നും നടന്നിട്ടില്ല. മിഥുൻ കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോ ഞങ്ങൾ അയാൾക്കിട്ട് പണി കൊടുത്തു. ആ പണി കൊടുത്തത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് വേണ്ട, പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മകന് എന്നെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞ ഷോക്കില്ല ഞാൻ. എന്നെ വിട്ടേക്ക്. അമ്മയെ വിളിച്ച് സ്കൂളിൽ നടന്നൊക്കെ പറഞ്ഞത് മിഥുനാവും. മോനെ, നീ കരയാണോ? ഏട്ടൻ എന്തിനാ ഇമോഷണൽ ആവുന്നത്? അല്ല, ഇത് നമ്മൾ പ്രതീക്ഷയല്ലേ? പ്രതീക്ഷിച്ചതാണ്. എങ്കിലും അമ്മയും മിഥുനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ളത് എന്റെ തെറ്റിദ്ധാരണ മാത്രം ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പോ മനസ്സിലൊരു വലിയ വിഗ്രഹം ഉടഞ്ഞ വീണ ഫീലാണ്. പാവം, സങ്കടം പറയാൻ നിധി പോലും അവന്റെ കൂടെയില്ല. അമ്മേ, അമ്മ വിഷമിക്കണ്ട. ഏട്ടൻ ചേച്ചിയെ വിളിച്ചോളും. അതോടെ ഈ വിഷമവും മാറും. സാറേ, ഹലോ, രാത്രിയിൽ അവിടെ എന്താ പരിപാടി? നമുക്കെന്ത് പരിപാടി? വിരഹ ദുഃഖം താങ്ങാനാവാതെ അശോകവനിയിൽ ചിന്താവിഷ്ടയായിരിക്കുന്നു, അത്ര തന്നെ. അയ്യടാ, സ്വയം സീതാദേവിയാണെന്നങ്ങ് തീരുമാനിച്ചു അല്ലേ? എന്താ, ഞാൻ സീതാദേവിയെ പോലെ പരിശുദ്ധയല്ലേ? എന്നെ വിശ്വാസമാണെന്ന് ഇയാള് തന്നെയല്ലേ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞത്? തൽക്കാലം ഞാൻ വഴക്കണില്ല. പക്ഷേ ഞാൻ വഴക്കിടാനുള്ള മൂഡിലാണ്. ആണോ? എങ്കിലേ ഞാൻ സ്നേഹിക്കാനുള്ള മൂഡില. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. സാർ ഞാൻ മുമ്പിലുണ്ടെന്ന് കരുതിക്കോ, ഞാനും അങ്ങനെ വിചാരിക്കാം. സാർ എന്നെ സ്നേഹിക്കുമ്പോ ഞാൻ സാറിനോട് വഴക്കിടാം. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം സാധിക്കുമല്ലോ. നേരിട്ട് കാണാതെ എങ്ങനെ ആഗ്രഹം സാധിക്കുന്നത്? ഈ പറഞ്ഞതിലൊരു വഷളത്തരം ഇല്ലേ? വഷളത്തരം മാത്രമേ ഉള്ളൂ. പോടുന്നു, ഞാൻ പിണങ്ങി. അയ്യോ, പിണങ്ങല്ലേ. നീയേ ഒന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങിയേ. എന്തിന്? ഇറങ്ങ്, ഞാൻ നിനക്കൊരു സർപ്രൈസ് കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ് പ്ലീസ്. ഓ ശരി. ഹലോ സാർ, ഫോൺ കട്ട് ചെയ്തോ? ഇല്ല, ഞാൻ എല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കായിരുന്നു. എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ കാണും? സർപ്രൈസ് കാണണമെങ്കിലേ നീ ആദ്യം കണ്ണടയ്ക്കണം. വെറുതെ എന്നെ കളിയാക്കാനുള്ള പരിപാടിയാണോ? അല്ലടോ, താൻ കണ്ണടയ്ക്കേ. ശരി, കണ്ണടച്ചു. എന്നിട്ട് 10 വരെ എണ്ണ. അപ്പോഴേക്ക് സർപ്രൈസ് എന്റെ മുന്നിലെത്തും. 1 2 3 4 5 6 7 8 9